ഹലോ ഹായ് ഫ്രണ്ട്സ്. ഡെന്നിസ് വില്ലന്യൂ സംവിധാനം ചെയ്ത് 2021-ലും 2024-ലുമായി പുറത്തിറങ്ങിയ രണ്ട് സിനിമകളാണ് ഡ്യൂൺ പാർട്ട് 1-ഉം ഡ്യൂൺ പാർട്ട് 2-ഉം. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ടെക്നിക്കൽ സൈഡ് കൊണ്ട് മൂവി ഓഫ് ദ ഡിക്കേഡ് എന്ന് തന്നെ വിളിക്കേണ്ടി വരും. ഈ സിനിമകളുടെ വിഷ്വൽസ് ആയിക്കോട്ടെ, സൗണ്ട് എഫക്ട്സ് ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, എല്ലാം തന്നെ പീക്ക് ഫിലിം മേക്കിംഗ്, ആ ഒരു ക്വാളിറ്റി ഉള്ള സിനിമകളായിരുന്നു ഈ രണ്ടും. അതുകൊണ്ട് തന്നെയാണ് ബാഫ്ത, ഓസ്കാർ ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ഈ സിനിമയെ തേടിയെത്തിയത്. ഈ രണ്ട് സിനിമകളും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക്ഔട്ട് ചെയ്യേണ്ട മസ്റ്റ് വാച്ച് സിനിമകളാണ് ഡ്യൂൺ പാർട്ട് 1-ഉം പാർട്ട് 2-ഉം. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡ്യൂൺ സിനിമകളുടെ പ്രീക്വൽ സ്പിൻ ഓഫ് ആയി പുറത്തിറങ്ങിയ ഡ്യൂൺ പ്രൊഫസി എന്ന സീരീസിനെ കുറിച്ചാണ്. വൈക്കിങ്സിലെ റഗ്നാർ എന്ന ക്യാരക്ടർ അവതരിപ്പിച്ച ട്രാവിസ് ഫിമ്മൽ, ഇന്ത്യൻ ആക്ട്രസ് ആയ തബു ഉൾപ്പെടെ നിരവധി ആക്ടേഴ്സ് ഈ സീരീസിലുണ്ട്. ഇന്നലെ കൊണ്ടാണ് ഇതിന്റെ ഫൈനൽ എപ്പിസോഡ് റിലീസ് ആയത്. ആദ്യത്തെ സീസണിൽ 6 എപ്പിസോഡുകളാണുള്ളത്. സോ ഇത് ഡ്യൂണിന്റെ അത്രയും തന്നെ വന്നോ എന്നൊക്കെയാണ് നമ്മൾ ഈ റിവ്യൂയിലൂടെ നോക്കാൻ പോകുന്നത്. സോ നമുക്കിനി നേരെ റിവ്യൂയിലേക്ക് പോകാം. ഡ്യൂൺ സിനിമയുടെ 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ് ഈ സീരീസ് പറയുന്നത്. ഡ്യൂണിൽ പോൾ അട്രേഡസിന്റെ അമ്മയായി വരുന്ന ലേഡി ജസീക്ക എന്ന ക്യാരക്ടർ ഒരു സിസ്റ്റർഹുഡ് ആണ്. ഈ സിസ്റ്റർഹുഡ് അഥവാ ബെനി ജെസററ്റിന്റെ ഒരു ഒറിജിൻ, അതോടുകൂടി തന്നെ ഈ സിനിമയിൽ കാണുന്നത് പോലെ എങ്ങനെയാണ് ഇവർ ഇത്രത്തോളം പവർഫുൾ ആയത് എന്നൊക്കെയാണ് ഈ സീരീസ് പറയുന്നത്. ഈ സീരീസിന്റെ മെയിൻ പ്ലോട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ കഥ നടക്കുന്നത് മനുഷ്യർ തിങ്കിങ് മെഷീനിനെ ബാറ്റിൽ ഓഫ് കോറിനിൽ തോൽപ്പിച്ചതിന് 80 വർഷങ്ങൾക്ക് ശേഷമാണ്. വാലിയ ഹാർക്കനൻ, ടൂല ഹാർക്കനൻ എന്ന രണ്ട് സിസ്റ്റർഹുഡ് ക്യാരക്ടേഴ്സിനെ ഫോക്കസ് ചെയ്താണ് ഈ സീരീസ് കഥ പറയുന്നത്. ഈ സിസ്റ്റർഹുഡ് ക്യാരക്ടേഴ്സിനുള്ള ഒരു ശക്തിയാണ് ബോഡി ലാംഗ്വേജും സ്പീച്ചും പൾസൊക്കെ ഉപയോഗിച്ച് കള്ളം കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രധാന ജോലി ഇമ്പീരിയത്തിൽ ക്രൂഡ്സെയർ ആയി ആക്ട് ചെയ്യുക എന്നതാണ്. കുറെ നാളുകൾക്ക് ശേഷം അമാനുഷിക ശക്തിയുള്ള ഡെസ്മണ്ട് ഹാർട്ട് എന്ന ഒരു നിഗൂഢമായ ക്യാരക്ടർ ഇമ്പീരിയത്തിലെ രാജാവിന്റെ അടുത്ത് കൂടുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളും ഒക്കെയാണ് ഈ സീരീസ് നമ്മളോട് പറയുന്നത്. ഈ സീരീസിന്റെ വിഷ്വൽസ് ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രഫി, വേൾഡ് ബിൽഡിംഗ് എല്ലാം തന്നെ കിടിലനായിരുന്നു. ഡ്യൂൺ സിനിമയുടെ അത്രയും തന്നെ ക്വാളിറ്റി ഇല്ലെങ്കിലും ഒരു TV സീരീസ് എന്ന നിലയ്ക്ക് 100% നീതി പുലർത്തിക്കൊണ്ടുള്ള വിഷ്വൽസ് ആൻഡ് സിനിമാറ്റോഗ്രഫിയാണ് ഡ്യൂൺ പ്രൊഫസി എന്ന സീരീസിനുള്ളത്. ഈ സീരീസിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഇതിൽ വലിയ ക്യാരക്ടർ ഡെപ്ത് ഇല്ല എന്നത് തന്നെയാണ്. ഇതിൽ വരുന്ന മെയിൻ ക്യാരക്ടേഴ്സ് ആയ വാലിയ ഹാർക്കനൻ, ടൂല ഹാർക്കനൻ, ഡെസ്മണ്ട് ഹാർട്ട് തുടങ്ങി ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെങ്കിൽ അവരോട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ അവർ ഡ്യൂൺ സിനിമയിലെ എലമെന്റ്സ് എല്ലാം ഈ സീരീസിൽ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലാണ്. ഫിനാലെ എപ്പിസോഡും അത്യാവശ്യം നല്ലതായിരുന്നു. സോ ഓവറോൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് സീസൺ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഈ സീരീസിൽ നല്ലൊരു ബിൽഡപ്പ് ഉണ്ട്, പക്ഷെ എക്സിക്യൂഷനിൽ പാളിപ്പോയ കണക്കാണ്. ഇത് അത്യാവശ്യം സ്റ്റോറിയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്, ബട്ട് അവസാനിക്കുമ്പോഴും ഈ സീരീസ് എങ്ങും എത്തുന്നില്ല എന്നൊരു ഫീൽ ആയിരുന്നു എനിക്ക് കണ്ടപ്പോൾ കിട്ടിയത്. സോ ഡ്യൂൺ പ്രൊഫസി എന്ന് പറയുന്നത് എനിക്കൊരു ആവറേജ് സയൻസ് ഫിക്ഷൻ TV സീരീസ് എക്സ്പീരിയൻസ് ആണ് നൽകിയത്. ഒരിക്കലും ഡ്യൂൺ ഈ സീരീസ് കാണുമ്പോൾ എക്സ്പെക്ട് ചെയ്യരുത്. സോ ഞാൻ ഓവറോൾ ഈ സീരീസിന് ഒരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ 6 out of 10. സോ നിങ്ങളുടെ റിവ്യൂവും കമന്റിൽ രേഖപ്പെടുത്തുക. സോ ദാറ്റ് വാസ് ദ വീഡിയോ ഗൈസ്.